കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മീനഭരണി തൂക്ക മഹോത്സവത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള ഈ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി രാമചന്ദ്രൻ നായർ അവർ, ഇവിടെ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള മധുര അധീനം 293 ഗുരുമഹാസന്നിധാന ശ്രീ ശ്രീ ഹരിഹര ദേശിക ജ്ഞാന സംബന്ധ പരമാചാര്യ സ്വാമികൾ, വേദിയിലുള്ള ബഹുമാന്യനായിട്ടുള്ള MLA ശ്രീ S രാജേഷ് കുമാർ അവർ, ബഹുമാന്യായ കൊല്ലങ്കോട് മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി റാണി സ്റ്റീഫൻ അവർ, നമുക്ക് സ്വാഗതം ആശംസിച്ച ദേവസ്വം സെക്രട്ടറി ശ്രീ മോഹൻകുമാർ അവർ, കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ദേവസ്വത്തിൻ്റെ ഖജാൻജി ഡോക്ടർ D സതീഷ് കുമാർ അവർ, ദേവസ്വത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സതികുമാരൻ നായർ അവർ, ജോയിൻറ്റ് സെക്രട്ടറി ബിജുകുമാർ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ഭക്തജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ക്ഷേത്രമാണ്. പഴയ തിരുവിതാംകൂറിൻ്റെ ഈ പ്രദേശങ്ങളിൽ മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകൾ ഉത്സവകാലത്ത് പ്രത്യേകിച്ചും ക്ഷേത്ര ദർശനത്തിന് എത്തുന്ന സ്ഥലമാണ്. ഭൂമിശാസ്ത്രപരമായി തമിഴ്നാടിൻ്റെ ഭാഗമാണെങ്കിലും പഴയ കേരളത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ മലയാളികളുടെ ആരാധനാരീതികളും ക്ഷേത്രസങ്കല്പവും അത് ഇപ്പോഴും വെച്ചു പുലർത്തുന്ന, അതനുസരിച്ചിട്ടുള്ള മൂലപ്രതിഷ്ഠ നടന്നിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ഇന്നിവിടെ ഈ തൂക്ക മഹോത്സവത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനം അത് നമുക്ക് നൽകാനായി ഇവിടെ സന്നിഹിതനായിട്ടുള്ളത് മധുരാധീനത്തിൻ്റെ 293 അധിപതിയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഏതാണ്ട് 1600-ലധികം വർഷങ്ങൾക്ക് മുൻപ് തുടക്കം കുറിക്കപ്പെട്ട ശൈവ സമ്പ്രദായത്തിലുള്ള ഒരു ആചാര്യ പരമ്പര, ആ ആചാര്യ പരമ്പരയിലെ 293-ാമത്തെ ആചാര്യൻ എന്ന് പറയുമ്പോൾ എത്ര മഹത്തരമായിട്ടുള്ള, എത്ര കാലപ്പഴക്കമുള്ള ഒരു ആരാധനാ സംവിധാനവും സനാതന ധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചിന്തകളുമാണ് നമ്മുടെ നാടിനെ നയിച്ചിരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഏവർക്കും അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. ദക്ഷിണ ഭാരതത്തിൽ തന്നെ ദക്ഷിണ ഭാരതത്തിൻ്റെ ചരിത്ര പെരുമയുടെ ഭാഗമായിട്ടുള്ളത് കൂടിയാണ് ഈ ക്ഷേത്രം. ഒരു ദേശത്ത് ഒരു ദേവിക്ക് 2 ക്ഷേത്രങ്ങൾ, അങ്ങനെയുള്ള ഒരേ ഒരു സ്ഥലം ഒരുപക്ഷെ കൊല്ലങ്കോടായിരിക്കും. ഭദ്രകാളി എന്നുള്ള വാക്കിന് ഭദ്രത നൽകുന്ന ദേവി എന്നും അർത്ഥമുണ്ട്. അതായത് നമുക്ക് സുരക്ഷ നൽകുന്ന ദേവി, സുരക്ഷ നൽകുന്ന അമ്മ. നമ്മുടെ ദേവീ സങ്കല്പം അല്ലെങ്കിൽ ദേവീ ക്ഷേത്രങ്ങൾ അത് പൗരാണിക ഭാരതം ഈശ്വരൻ്റെ സ്ത്രീഭാവത്തെ എത്രമാത്രം ആരാധിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. സനാതന പാരമ്പര്യത്തിൽ ദേവീ പൂജ എന്നുള്ളത് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന, ഏറെ പ്രാമുഖ്യം കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു ആരാധനാ സമ്പ്രദായമായിരുന്നു. നമ്മുടെ എത്രയോ
ഈശ്വരനെ നമ്മൾ ആരാധിക്കുന്നത് വ്യത്യസ്ത രൂപങ്ങളിലാണ്. ആ വ്യത്യസ്ത രൂപങ്ങളിൽ ഈശ്വരനെ ആരാധിക്കുമ്പോൾ എല്ലാ ഈശ്വരന്മാരും പുരുഷന്മാരായിരിക്കണം എന്നുള്ള ഒരു സങ്കല്പവും ഭാരതീയ ചിന്തയിലുണ്ടായിരുന്നില്ല. എല്ലാ ഈശ്വരന്മാരും പുരുഷന്മാരാണ് എന്നുള്ള ചിന്ത സനാതന ധർമ്മത്തിലുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സൗന്ദര്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അതിദേവതയായിട്ടുള്ള ലക്ഷ്മിയായി, സർവവിദ്യകളുടെയും കലകളുടെയും അതിദേവതയായ സരസ്വതിയായി, ശക്തിരൂപിണിയും ധർമ്മസംസ്ഥാപകയും വിജയപ്രദായിനിയുമായിട്ടുള്ള ദുർഗയായും, മാതൃരൂപിണിയും പ്രകൃതി രൂപിണിയും കൈവല്യദായിനിയുമായിട്ടുള്ള മഹാകാളിയായി, ശിവശക്തി ഐക്യസ്വരൂപിണിയായ ലളിത പരമേശ്വരിയായി, അങ്ങനെ വ്യത്യസ്ത ഭാവങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങളിലാണ് നമ്മൾ ദേവിയെ പൂജിക്കുന്നത്. ഒരുപക്ഷെ ലോകത്ത് എവിടെയും സ്ത്രീ രൂപത്തിലുള്ള ഈശ്വര പൂജ, അങ്ങനെയുള്ളൊരു മഹത്തായിട്ടുള്ള രീതി നമുക്കൊരിക്കലും കാണാൻ കഴിയില്ല. മറ്റെല്ലാ രാജ്യങ്ങളിലും മറ്റെല്ലാ സംസ്കാരങ്ങളിലും, ആ സംസ്കാരങ്ങളിലൊക്കെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പുരുഷനാണ്. നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ സനാതന പാരമ്പര്യത്തിൽ വ്യത്യസ്ത രൂപങ്ങളിലുള്ള സ്ത്രീരൂപങ്ങൾ, ആ സ്ത്രീരൂപത്തെ ഈശ്വരന്റെ ഭാഗമായിട്ട്, ഈശ്വര രൂപമായിട്ട് കണ്ടുകൊണ്ട് ആ ഈശ്വര രൂപത്തെ പൂജിക്കുന്ന ഒരു രീതി നമ്മുടെ സനാതന പാരമ്പര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഫെമിനിസത്തെക്കുറിച്ചും സ്ത്രീ പുരുഷ തുല്യതയെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് പുരുഷനോളം തന്നെ കരുത്തുള്ളവളാണ്, സ്ത്രീ പുരുഷനോളം തന്നെ കഴിവുള്ളവളാണ് എന്ന് ചിന്തിച്ചിരുന്ന മഹത്തായിട്ടുള്ള സംസ്കാരം, അങ്ങനെയുള്ള ഒരു ആരാധനാ രീതി, ആ ആരാധനാ രീതിയാണ് ഭാരതത്തിൻ്റെ രീതി, ആ ആരാധനാ രീതിയാണ് സനാതന പാരമ്പര്യത്തിൻ്റെ രീതി. നമ്മളൊന്ന് ആലോചിക്കണം. ഇന്ന് ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളിലും ജനാധിപത്യത്തിൻ്റെ പ്രാഥമിക ഘട്ടങ്ങളിൽ പുരുഷന്മാർക്ക് മാത്രമാണ് വോട്ടവകാശം ഉണ്ടായിരുന്നത്. സ്ത്രീകൾക്ക് വോട്ടവകാശം പോലും നൽകിയിരുന്നില്ല പാശ്ചാത്യ രാജ്യങ്ങൾ പലരും. സ്ത്രീകൾക്കൊക്കെ വോട്ടവകാശം കിട്ടിയത് പിന്നീടുള്ള കാലഘട്ടങ്ങളിലാണ്. അങ്ങനെയുള്ള ഒരു ലോകത്ത്, അങ്ങനെയുള്ള ഒരു സ്ഥിതി നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ നമ്മുടെ നാടിൻ്റെ സംസ്കാരമായിട്ടുള്ള സനാതന പാരമ്പര്യം, ആ സനാതന പാരമ്പര്യത്തിൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അത് ഇന്ന രൂപത്തിലായിരിക്കണം എന്ന് വ്യക്തമായിട്ട് ഇത് മാത്രമായിരിക്കണം എന്ന് പറയുന്നതിന് പകരം ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള താല്പര്യമനുസരിച്ച്, ആഗ്രഹമനുസരിച്ച് ഈശ്വരനെ പൂജിക്കാനുള്ള സ്വാതന്ത്ര്യം. ഒരുപക്ഷെ ജനാധിപത്യത്തിൻ്റെ അർത്ഥം നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എന്നുള്ളതാണെങ്കിൽ, ആരാധനയുടെ കാര്യത്തിൽ ഇത്രയും ഉദാരമായിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനം, ആ ജനാധിപത്യ സംവിധാനം ഉണ്ടായിരുന്ന ഒരു സംസ്കാരം, ഒരു പാരമ്പര്യം ലോകത്ത് മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്ന് പറഞ്ഞത്. സത്യമൊന്നാണ്, അത് പണ്ഡിതന്മാർ പല രൂപത്തിൽ കാണുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആൺമേധാവിത്വത്തിൽ മറഞ്ഞിരിക്കുന്ന ശക്തി കുറഞ്ഞ ആളായിട്ടല്ല, മറിച്ച് പുരുഷ ഈശ്വര സങ്കല്പത്തിന് കരുത്ത് നൽകുന്ന ആളായിട്ടാണ് സനാതന പാരമ്പര്യത്തിൽ ദേവിയെക്കുറിച്ച് നമ്മൾ സങ്കല്പിക്കുന്നത്. ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് ശ്രീ മോഹൻകുമാർ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലി. ആ പ്രാർത്ഥന തന്നെ മാർക്കണ്ഡേയ മുനി നൂറ്റാണ്ടുകൾക്ക് മുൻപ് രചിച്ച പ്രാർത്ഥനയാണ്. ശക്തിയോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമേ ശിവന്
സൃഷ്ടി നടത്താൻ കഴിയുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് സർവമംഗളമൂർത്തിയായിട്ടുള്ള മഹേശ്വരനും ശക്തിസ്വരൂപിണിയായിട്ടുള്ള ഈശ്വരിയോട് കൂടിയവനായിട്ട് ഭവിക്കുമ്പോൾ മാത്രമേ പ്രപഞ്ച നിർമ്മാണത്തിന് ശക്തനായിട്ട് കാണുകയുള്ളൂ, ശക്തനായിട്ട് ഭവിക്കുകയുള്ളൂ എന്ന് നമ്മുടെ പൂർവികന്മാർ വിശ്വസിച്ചിരുന്നത്. 1876 സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഭാരതാംബയെ പുകഴ്ത്തിക്കൊണ്ട് വന്ദേ മാതരം എന്നുള്ള കവിത എഴുതിയത്. അന്ന് ബങ്കിം ചന്ദ്ര ചാറ്റർജി നമ്മുടെ ഈ നാടിനെ, ഈ ദേശത്തെ ഭാരതാംബയെ ഉപമിച്ചത് ദുർഗാദേവിയോടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ത്വം ഹി ദുർഗാ ദശപ്രഹരണധാരിണി കമലാ കമലദള വിഹാരിണി വാണി വിദ്യാം അമലാം അതുലാം സുജലാം സുഫലാം മാതരം. ഭാരതാംബയെ ദുർഗാദേവിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട്, പക്ഷെ അതിൻ്റെ ഒരു ആത്യന്തിക ഫലം എന്തായി എന്ന് നമുക്കറിയാം. കാരണം ഭാരതാംബയെ ദുർഗാദേവിയോട് ഉപമിച്ചപ്പോൾ ചില ആളുകൾ പറഞ്ഞു, അങ്ങനെ ഉപമിക്കുന്ന കവിതയെ, അങ്ങനെയുള്ള പ്രാർത്ഥനാ ഗീതത്തെ നമുക്ക് ദേശീയ ഗാനമായിട്ട് അംഗീകരിക്കാനാവില്ല. ഭാരതമാതാവിനെ ദുർഗയോടും ലക്ഷ്മിയോടും ഉപമിച്ചപ്പോൾ ആ ഉപമയുള്ള കവിത, ആ പ്രാർത്ഥന പടിക്ക് പുറത്തായി. ബംഗാളിലെ ഭൂരിപക്ഷം ജനത വരുന്ന, കാരണം ബങ്കിം ചന്ദ്ര ചാറ്റർജി ജനിച്ചത് ബംഗാളിലാണ്, ഇന്നും ദുർഗാപൂജ നടക്കുന്ന സ്ഥലമാണ് ബംഗാൾ. പക്ഷേ ആ ബംഗാളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനത, ആ ജനത ആരാധിക്കുന്ന ആ ദേവിയോട് താൻ ജനിച്ച നാടിനെ ഉപമിച്ച ആ കവി ദേശസ്നേഹത്തിന്റെ പാരമ്യത്തിലാണ് ആ കവിത ആ രീതിയിൽ കണ്ടത്. അങ്ങനെ അതിനെ മതത്തിൻ്റെ ഇടുങ്ങിയ ചട്ടക്കൂടിൽ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭാരതാംബയെ ദുർഗയായും ലക്ഷ്മിയായും കാണാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളുടെ എതിർപ്പിൻ്റെ മുന്നിൽ സ്വാതന്ത്ര്യ സമര കാലത്ത് നമ്മൾ വന്ദേ മാതരത്തെ പടിക്ക് പുറത്ത് വയ്ക്കേണ്ടി വന്നു. വന്ദേ മാതരത്തെ ദേശീയ ഗാനമായിട്ട് അംഗീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നു. അങ്ങനെയുള്ള പാരമ്പര്യങ്ങൾ, ആ പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും തിരികെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. നിങ്ങൾക്കറിയാം, വിദേശത്തു നിന്ന് അഫ്ഗാനിസ്ഥാനിൽ മത തീവ്രവാദികൾ അവിടെ ഭരണം പിടിച്ചെടുത്ത് അവിടുത്തെ ആ മതത്തിൽ പെടുന്നവരല്ലാത്തവരെ മുഴുവൻ തന്നെ ആട്ടിപ്പായിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായപ്പോൾ നമ്മുടെ സിഖ് സഹോദരന്മാരുൾപ്പെടെയുള്ള ആളുകൾ അവരെ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആ പ്രവർത്തനം ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയപ്പോൾ അതിന് നൽകപ്പെട്ട പേര് ഓപ്പറേഷൻ ദേവി ശക്തി എന്നായിരുന്നു. ഓപ്പറേഷൻ ദേവി ശക്തി എന്നുള്ള പേര് നൽകാനുള്ള കാരണം തന്നെ എങ്ങനെയാണ് സ്ത്രീയുടെ ശക്തി, സ്ത്രീയുടെ കഴിവ്, ആ കഴിവ് നമ്മുടെ പാരമ്പര്യത്തിലും നമ്മുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും നമുക്ക് വഴികാട്ടിയായി കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പേര് നൽകപ്പെട്ടത്. ഞാൻ ഓർക്കുന്നു, ആ കാലത്ത് സിഖുകാരുടെ പുണ്യഗ്രന്ഥങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ ഗുരുദ്വാരയിൽ നിന്ന് സിഖ് വിശ്വാസികളായിട്ടുള്ള സഹോദരന്മാർ അവര് ഡൽഹിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ വിദേശകാര്യ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി എന്നുള്ള നിലയിൽ ആ പുണ്യഗ്രന്ഥങ്ങളെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ പോകാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. മാത്രമല്ല, ദുർഗാദേവിയെക്കുറിച്ച് ഈ കഴിഞ്ഞ നവരാത്രിക്കാലത്ത് ബഹുമാന്യനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി രചിച്ച ദുർഗാസ്തുതി, ആ ദുർഗാസ്തുതി
സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ പ്രചാരം നേടിയത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും. കാരണം അദ്ദേഹം കരുതുന്നത് ദേവിയുടെ അനുഗ്രഹമാണ്. 11 വർഷക്കാലത്തോളം പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ദിവസം പോലും അവധിയെടുക്കാതെ, ഒരു ദിവസം പോലും തൻ്റെ ചുമതലകളിൽ നിന്ന് മാറി നിൽക്കാതെ പ്രവർത്തിക്കാനുള്ള ശക്തി നൽകുന്നത്, അത് നൽകിയത് ദേവിയാണെന്നാണ്. അദ്ദേഹം നവരാത്രി കാലത്തെ 9 ദിവസം, ഒരു തവണ അദ്ദേഹം അമേരിക്കയിൽ പര്യടനത്തിലായിരുന്നു. അദ്ദേഹം 9 ദിവസം പച്ചവെള്ളമല്ലാത്ത മറ്റൊന്നും കഴിക്കാത്ത ഒരാളാണ്. 9 ദിവസത്തെ സമ്പൂർണമായിട്ടുള്ള ജലപാനത്തിലൂടെ മാത്രം ജീവിക്കുന്ന ഒരാളാണ്. ആ ജലം മാത്രം പാനം ചെയ്ത് ജീവിച്ച പ്രധാനമന്ത്രി അമേരിക്കൻ പര്യടനത്തിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ വലിയ അത്ഭുതമായിരുന്നു. അവരുടെ അത്താഴ വിരുന്നിൽ ബാക്കി എല്ലാവരും ആഹാരം കഴിക്കുമ്പോൾ അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ച് ജ്യൂസ് പോലും കഴിക്കാതെ 9 ദിവസം ജീവിച്ചത് നമുക്കറിയാം. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപ് ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ എത്തിയപ്പോൾ അദ്ദേഹം തൃപ്രയാറിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്താനെത്തി. അത് കഴിഞ്ഞ് അദ്ദേഹം എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഒരു രാത്രി താമസിച്ചപ്പോൾ അവിടെ അദ്ദേഹത്തിന് ആതിഥ്യമരുളിയ കേരള സർക്കാർ അദ്ദേഹത്തിന് ആഹാരമൊക്കെ ഒരുക്കി വെച്ചിരുന്നു. പക്ഷെ അദ്ദേഹം തറയിൽ പുൽപ്പായിൽ കിടന്ന് വെള്ളം മാത്രം കുടിച്ച് എങ്ങനെ അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ എറണാകുളത്തുണ്ടായിരുന്ന ദിവസം അദ്ദേഹം ചെലവഴിച്ചു എന്നുള്ളത് നമ്മുടെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാകും. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള ഈ അനുഗ്രഹം കാണുന്നത്, ആ അനുഗ്രഹം താൻ സേവിക്കുന്ന, താൻ പ്രധാന സേവകനാണെന്ന് കരുതിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ രാജ്യത്തിനാകെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് താൻ പ്രാർത്ഥിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇവിടെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഭക്തജനങ്ങളുടെ മുന്നിൽ എനിക്ക് 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും ഇന്ന് ഒരു പുതിയ കാലഘട്ടത്തിലൂടെയാണ്, ആധുനികതയുടെ കാലഘട്ടത്തിലൂടെയാണ് ജീവിക്കുന്നത്. ഒരുപക്ഷെ നമ്മളെല്ലാവരും നമ്മുടെ ഇന്നത്തെ ഇവിടെ വന്നിരിക്കുന്ന 50 or 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ പുതിയ തലമുറ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പുതിയ തലമുറയുടെ മുന്നിൽ ആധുനികത നൽകുന്ന നിരവധി കാര്യങ്ങൾ അതവർക്ക് പ്രയോജനപ്രദമാകുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയുടെ പ്രയോജനം അവർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ ആധുനിക സാങ്കേതിക വിദ്യയുടെ പ്രയോജനം ലഭിക്കുന്നതോടൊപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചില ദുഷ്പ്രവണതകൾ കൂടി നമ്മുടെ സമൂഹത്തിലേക്ക് പടർന്നു വരുന്നു, നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉപയോഗം, മയക്കുമരുന്നുകളുടെ ഉപയോഗം ഇന്ന് നമ്മുടെ സമൂഹത്തിന് മുഴുവൻ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് തിരുവനന്തപുരത്തിനകത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരൊറ്റ ദിവസം കൊണ്ട് 5 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം നമ്മളെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ ആ സ്ഥലം സന്ദർശിച്ചിരുന്നു. ആ മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ, കുട്ടിയുടെ ബന്ധുക്കൾ അടക്കം എന്നോട് പറഞ്ഞത് ലഹരിക്കടിമയായിട്ടാണ് ഈ ചെറുപ്പക്കാരൻ ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. വലിയൊരു അപകടകരമായിട്ടുള്ളൊരു പ്രവണതയാണ് ഇത്തരത്തിലുള്ള ലഹരിയുടെ ഉപഭോഗം. എന്തുകൊണ്ടുണ്ടാകുന്നു, എങ്ങനെയുണ്ടാകുന്നു? മാത്രമല്ല ഈ ലഹരി സാധാരണ ലഹരിയല്ല, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയല്ല, അതിനപ്പുറത്തുള്ള രാസലഹരിയാണ്. സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് വിളിക്കപ്പെടുന്ന, കഴിച്ചു തുടങ്ങുമ്പോൾ അപകടങ്ങളെക്കുറിച്ച്, അതുണ്ടാക്കുന്ന ദുഷ്പ്രവണതകളെക്കുറിച്ച് യാതൊരു ധാരണയിലുമില്ലാതെ കഴിച്ചു തുടങ്ങുകയും അതിൻ്റെ ഫലമായിട്ട്
അത് നിർത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ എത്തിച്ചേരുന്ന ഒരു സ്ഥിതി എന്തുകൊണ്ടുണ്ടാകുന്നു, എങ്ങനെയുണ്ടാകുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അച്ഛനമ്മമാര് പലപ്പോഴും കുട്ടികൾ സ്കൂളിലേക്കും കോളേജിലേക്കും പോകുമ്പോൾ അവൻ രാവിലെ സ്കൂളിൽ പോയി, അവൾ രാവിലെ കോളേജിൽ പോയി, വൈകുന്നേരം തിരിച്ചു വരുന്നു. അതിനിടയിൽ ആരൊക്കെ ആയിട്ടാണ് അവളുടെയും അവൻ്റെയും കൂട്ടുകെട്ട് എന്നൊരു പക്ഷേ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്ന് എനിക്കറിയില്ല. പലപ്പോഴും ആ ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര ഉണ്ടാകാത്തതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ കാരണം. സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ലഹരി, ആ ലഹരിയുടെ വിപണനം, ആ വിപണനം നടത്താനുള്ള കാരിയറുകളായിട്ടാണ് ആദ്യഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പലപ്പോഴും ഉപയോഗിക്കുന്നത്. കാരണം ഇന്നത്തെ ലോകത്ത് പണമാണ് എല്ലാ കാര്യങ്ങൾക്കും ഇടയും അടിസ്ഥാനം എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. പണമുള്ളവനെ ബഹുമാനിക്കുന്ന ഒരു കാലഘട്ടം, അറിവുള്ളവനെ ബഹുമാനിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അറിവുള്ളവന് ബഹുമാനം ലഭിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇന്ന് അറിവുള്ളവന് ബഹുമാനം ലഭിക്കുന്നതിന് പകരം പണമുള്ളവന് ബഹുമാനം ലഭിക്കുന്ന കാലഘട്ടം, പണമുള്ളവന് ആദരവ് ലഭിക്കുന്ന കാലഘട്ടം, അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ഈ ലഹരി മരുന്നുകളുടെ വിപണന ശൃംഖല, 2000 രൂപ കിട്ടും, ഇന്ന സ്ഥലത്ത് നിന്ന് വാങ്ങി നീ പോകുമ്പോൾ ഇന്ന സ്ഥലത്ത് കൊടുത്താൽ മതി. ആ കുട്ടി വിചാരിക്കുന്നത് എന്താ? എനിക്കൊരു ജീൻസ് വാങ്ങാൻ, എനിക്കൊരു ഫ്രോക്ക് വാങ്ങാൻ, എനിക്കൊരു ടോപ്പ് വാങ്ങാൻ അച്ഛനും അമ്മയും തന്നില്ലെങ്കിലും എനിക്ക് 2000 രൂപ കിട്ടും. ആ 2000 രൂപയ്ക്ക് വേണ്ടിയിട്ട് അവളറിയാതെ അവനറിയാതെ ഈ ലഹരി മരുന്നുകളുടെ വിപണന ശൃംഖലയുടെ ഭാഗമായിട്ട് അവളോ അവനോ മാറുന്നു. നമ്മൾ വീട്ടുകാരും അറിയുന്നുണ്ടാവില്ല. ഇത് കുറെ മാസങ്ങളിൽ ഈ വിപണനം നടത്തുന്ന ഒരു പെൺകുട്ടിയോ ഒരു ചെറുപ്പക്കാരനോ അവര് തോന്നുന്നു, എൻ്റെ കയ്യിൽ ഇത്രയും പണം സ്ഥിരമായിട്ട് വരികയാണ്, ഞാനിതൊന്ന് ടേസ്റ്റ് നോക്കിയാൽ, ഞാൻ ഇതിൻ്റെ രുചി നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ആ രുചി നോക്കുന്ന ആൾ പിന്നീട് ആ രുചിക്ക് അടിമയാകുന്നു. ആ രുചിക്ക് അടിമയായിക്കൊണ്ട് ആ രാസലഹരിയുടെ അടിമയായി മാറി സ്വന്തം ജീവിതം തന്നെ താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. സമൂഹത്തിന് തന്നെ ബാധ്യതയാകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഈ സാഹചര്യം ഭീതിപ്പെടുത്തുന്ന സാഹചര്യമാണ്, വലിയ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ്. നമ്മുടെ ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ, ആ ആരാധനാലയങ്ങൾ സമൂഹത്തിന് നന്മ നൽകുന്ന, സമൂഹത്തിന് വെളിച്ചം നൽകുന്ന കേന്ദ്രങ്ങളാണ്. സമൂഹത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങളാണ്. അങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ വരുന്ന ഹിന്ദു സമൂഹത്തിൽ ഇവിടുത്തെ ഈ ദേവിയുടെ ഭക്തരായിട്ടുള്ള ജനങ്ങൾ സമൂഹത്തിലെ ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകൾ വളർന്നു വരുന്നതിന് തടയാനുള്ള പരിശ്രമങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി നേതൃത്വം നൽകാൻ ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികൾ മുൻകൈയെടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം പലപ്പോഴും ഇന്നത്തെ തലമുറ എന്താണ് ക്ഷേത്രങ്ങൾ, എന്താണ് ക്ഷേത്ര സങ്കല്പം? ക്ഷേത്രങ്ങൾ കേവലം ഉത്സവങ്ങൾ, ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള കേന്ദ്രങ്ങളല്ല. ക്ഷേത്രങ്ങൾ ഒരു പ്രദേശത്തെ മുഴുവൻ ചൈതന്യവത്താക്കുന്ന കേന്ദ്രങ്ങളാണ്. ഒരു പ്രദേശത്തെ മുഴുവൻ ചൈതന്യം പകരുന്ന കേന്ദ്രങ്ങളായിട്ട് ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നത് ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ ശക്തിയുടെ അടിസ്ഥാനത്തിലാണ്. ആ പ്രതിഷ്ഠ, കൃത്യമായിട്ടുള്ള പൂജകൾ, കൃത്യമായിട്ടുള്ള ആചാരങ്ങൾ, അതെല്ലാം അനുഷ്ഠിക്കുന്നതിലൂടെയാണ് ആ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുടെ ശക്തി നിൽക്കുന്നത്. ആ ശക്തിക്കുണ്ടാകുന്ന ആ ചൈതന്യ ലോപം അവസാനിപ്പിക്കാൻ, അതിനെ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പൂജകൾ നടക്കുന്ന കാലഘട്ടമാണ് ക്ഷേത്രോത്സവങ്ങൾ. അതുകൊണ്ടാണ് ഉത്സവകാലത്ത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം എന്ന് നമ്മുടെ പഴയ ആളുകളൊക്കെ നമ്മളോട് പറയാറ്. ക്ഷേത്രങ്ങളിൽ സാധാരണ ദിവസം പോകുന്നതിനേക്കാൾ വിശേഷാൽ പ്രാധാന്യമുള്ളതാണ് ഉത്സവകാലത്ത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത്. കാരണം ഉത്സവകാലത്താണ് വിശേഷാൽ പൂജകൾ. കാരണം ചൈതന്യ ലോപമുണ്ടായിട്ടുള്ള ക്ഷേത്ര വിഗ്രഹം, ക്ഷേത്ര പ്രതിഷ്ഠ, ആ ക്ഷേത്ര പ്രതിഷ്ഠയെ വീണ്ടും ചൈതന്യവത്താക്കുന്നത്. ആ സങ്കല്പം, ക്ഷേത്രത്തിൻ്റെ
വിവിധ ഘടനകൾ, എന്താണ് ഗർഭഗൃഹം, എന്താണ് ക്ഷേത്രത്തിലെ മൂലപ്രതിഷ്ഠ, എന്താണ് ക്ഷേത്രത്തിന്റെ കവാടം, എന്താണ് ക്ഷേത്രത്തിന്റെ ധ്വജസ്തംഭം, ഇതിനൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള ആധാരങ്ങളുണ്ട്, അടിസ്ഥാനങ്ങളുണ്ട്. പലപ്പോഴും നമ്മുടെ കുട്ടികൾ, ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പുതിയ കുട്ടികൾക്ക് ക്ഷേത്രം ഉത്സവത്തിൽ അവിടെ വരുന്നു, കലാപരിപാടികൾ കാണുന്നു, തിരിച്ചു പോകുന്നു. ക്ഷേത്രം ഒരിക്കലും സനാതന ധർമ്മികളെ സംബന്ധിച്ചിടത്തോളം ആരാധനയുടെ മാത്രം കേന്ദ്രമല്ല, അതൊരു ആരാധനാലയം മാത്രമല്ല. മറ്റു മതങ്ങളിലൊക്കെ ആ മതങ്ങളിൽ പെടുന്ന ആളുകൾക്ക് അവരുടെ ആരാധനാലയങ്ങൾ അത് പ്രാർത്ഥനാലയമാണ്, ആരാധനാലയമാണ്. സനാതന ധർമ്മത്തിലുള്ള ആളുകൾക്ക്, സനാതന ധർമ്മ വിശ്വാസികൾക്ക് അത് കേവലം ആരാധനാലയമല്ല, ആരാധനാലയത്തിനപ്പുറത്ത് ചൈതന്യത്തിന്റെ കേന്ദ്രമാണ് ക്ഷേത്രങ്ങൾ. ആ ചൈതന്യത്തിന്റെ കേന്ദ്രം എന്നുള്ള നിലയിൽ, ഒരു പ്രദേശത്തിന് മുഴുവൻ തന്നെ ഊർജം നൽകുന്ന കേന്ദ്രങ്ങൾ എന്നുള്ള നിലയിൽ ആ ക്ഷേത്ര സങ്കല്പത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, അതിനെക്കുറിച്ച് ആഴത്തിൽ അറിയാൻ, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി, ആ പ്രവർത്തനങ്ങൾ കൂടി സംഘടിപ്പിക്കേണ്ട കാലികമായിട്ടുള്ള ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം കൂടി ക്ഷേത്രങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ദേവസ്വത്തിനുണ്ട്. കാരണം അതിലൂടെ മാത്രമേ ഈ സംസ്കാരം വരുന്ന തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാൻ, പുതിയ തലമുറകൾക്ക്, വരുന്ന തലമുറക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയുള്ളൂ. സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് അറിവില്ലാത്തവരായിട്ട് ഒരു തലമുറ വളർന്നു വന്നു കഴിഞ്ഞാൽ ആ സംസ്കാരത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. അതുകൊണ്ട് സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് അറിയാൻ, സ്വന്തം പാരമ്പര്യത്തെക്കുറിച്ച് അറിയാൻ, സ്വന്തം ചരിത്രത്തെക്കുറിച്ച് അറിയാൻ അതിനുള്ള അവസരങ്ങൾ, ആ അവസരങ്ങൾ പുതിയ തലമുറക്ക് നൽകാൻ നമ്മുടെ യുവാക്കൾക്ക്, നമ്മുടെ യുവതികൾക്ക്, നമ്മുടെ ആൺകുട്ടികൾക്ക്, നമ്മുടെ പെൺകുട്ടികൾക്ക്, ആ പെൺമക്കൾക്കും ആൺമക്കൾക്കും ഒക്കെ നൽകാൻ, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി സംഘടിപ്പിക്കാൻ നമ്മുടെ ക്ഷേത്ര സമിതിക്ക് സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട്, അതിനായിട്ട് കൊല്ലങ്കോട് അമ്മയുടെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.